ബില്യൺ ഡേയ്സ് ലൈവ് ആയതിനു ശേഷം ഒരു ഐഫോൺ 16 മേടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ ഇപ്പോഴും അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തോളൂ. ഒട്ടും ഉപയോഗമില്ല. കാരണം ഇപ്പോൾ എത്ര രൂപയാണോ ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും നമുക്ക് BBD 2024 കാണാൻ സാധിക്കുക. എന്നാൽ ഒരു 5000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. ആ സെയിം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് ഇപ്പോഴും കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ BBD 2024 വരെ വെയിറ്റ് ചെയ്യണം? അതായത് സെപ്റ്റംബർ 26 വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഓഫ്ലൈൻ സ്റ്റോഴ്സിലും ഈ സെയിം റേറ്റ് തന്നെയാണ്. അവിടെയും ഈ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എവിടെയാണോ നമുക്ക് ലാഭത്തിന് കിട്ടുക, അല്ലെങ്കിൽ എവിടെയാണോ എത്രയും പെട്ടെന്ന് കിട്ടുക, അവിടെ പോയിട്ട് അങ്ങോട്ട് വാങ്ങിക്കുക. ഫ്ലിപ്കാർട്ടിൽ നിന്നേ മേടിക്കൂ എന്നുള്ളൊരു വാശിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐഫോൺസിന്റെ ഏതൊക്കെ സീരീസിനാണ് ഈ BBD 2024 നമുക്ക് വളരെ ലാഭകരമായിട്ട് മേടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുക. പിന്നെ 2023 ഒരു കമ്പാരിസൺ ഞാൻ ഇതിൽ കൂടെ അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. സോ നിങ്ങൾക്ക് മനസ്സിലാവും, 2023 ഇത്രയും വില കുറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ നല്ലൊരു ഡീലായിരിക്കും ഇപ്പോൾ ഞാൻ വാങ്ങിച്ചാലെന്നുള്ളൊരു സംഭവം കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള ഓഫർ വീഡിയോസിന്, അതിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അല്ല, എല്ലാ ഓഫർ സമയങ്ങളിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യും. ഏതൊക്കെ ബ്രാൻഡ്, ഏതൊക്കെ മോഡൽസ്, ഏതൊക്കെ മേടിച്ചാലായിരിക്കും നമുക്ക് വർത്ത് ബൈങ് ആകുക, അല്ലെങ്കിൽ ഏതൊക്കെ മേടിച്ചാലായിരിക്കും നമുക്ക് നഷ്ടം, ഇപ്പോൾ നിങ്ങൾ മേടിക്കേണ്ട എല്ലാം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. സോ അതുപോലെ നിങ്ങൾക്ക് സാധനങ്ങൾ വളരെ ലാഭത്തിന്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ തന്നെ വളരെ ലാഭത്തിന് മേടിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് 2024 ഏതൊക്കെ സീരീസിനായിരിക്കും നമുക്ക് വില കുറഞ്ഞു കിട്ടുക? ഒന്ന് ഐഫോൺ 12, 13, 14, 14+, 15, 15+. ഇത്രയും പ്രോഡക്റ്റുകൾക്ക് വളരെ ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഐഫോൺ 12ലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡീൽ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 38,999 ആയിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ കാർഡില്ല, അതേപോലെ തന്നെ ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാനില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് അത് 38,999 കിട്ടുമായിരുന്നു. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ കൂടാതെ ആ ഒരു എക്സ്ചേഞ്ച് ഓഫർ കഴിഞ്ഞിട്ട് 32,999, 33,000 രൂപയ്ക്ക് ഒരു ഐഫോൺ കരസ്ഥമാക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഐഫോൺ 12 എന്ന് പറയുമ്പോഴത്തേക്ക് 64GB ബേസ് വേരിയന്റ് ആണ്. 64GB കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ഒരിക്കലും നമുക്ക് വേർത്തല്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ 128 പോലും നമുക്ക് തികയാതെ പോകും. അപ്പോൾ പിന്നെ ഈ ഒരു 64 എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കണേ, പ്രത്യേകിച്ച് ഈ ഒരു ഐഫോൺ ആഗ്രഹം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് എന്നാൽ ബജറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്ക് എടുക്കുന്നവർക്ക് വെറുത്തുവും, ഐഫോൺ എന്ന് പറഞ്ഞൊരു സാധനമേ വെറുത്തുവും ഈ ഒരു ഐഫോൺ 12ന്റെ ആ ഒരു 64GB വേരിയന്റ് മേടിക്കണമെങ്കിൽ. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ഉറപ്പായിട്ടും ഐഫോൺ 12 ചാർജ് ചെയ്യേണ്ടി വരും. ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. പിന്നെ സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഐഫോൺ 12 നമുക്ക് 64 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 256 ആണ്. എന്നാൽ 256 മേടിക്കുന്നതിനേക്കാളും ആ ഒരു റേറ്റിനേക്കാളും കുറച്ചുകൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ 13ലേക്ക് പോകാം. എൻറ്റയർലി നല്ല പ്രോഡക്റ്റ് ആണ്. എന്താ പറയുക, ഓവറോൾ അടിപൊളി ഒരു ഡീലായിരിക്കും ഐഫോൺ 13 നിങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഐഫോൺ 13 മുതൽ മേടിക്കാനേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഐഫോൺ 12ലേക്ക് വരുവാണെങ്കിൽ കറണ്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ 37,999 കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡീൽ പ്രൈസിനേക്കാളും വില കുറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം തന്നെ എടുത്ത് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു 30,000 മുതൽ 31,000 രൂപയ്ക്കകത്ത് ഉറപ്പായിട്ടും ഈ ഒരു ഐഫോൺ 12 എത്താൻ ചാൻസ് ഉണ്ട്. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആൻഡ് അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫറിൽ നമുക്ക് 25,000 മുതൽ 26,000 രൂപയ്ക്കായിരിക്കാം ഈ ഒരു ഐഫോൺ 12 കിട്ടുക. ഒരു സെക്കൻഡറി ഡിവൈസിന് വേണ്ടി മാത്രം ഈ ഒരു ഐഫോൺ 12 എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. അതർവൈസ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഐഫോൺ 13ലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐഫോൺ 13 ആണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. 1.5 വർഷത്തോളമായി ഞാൻ ഈ ഒരു ഐഫോൺ 13 ഉപയോഗിച്ചിട്ട്. സോ ഒരു യൂസർ റിവ്യൂ ഉടനെ നമ്മുടെ ചാനലിൽ കാണും. എന്തായാലും കഴിഞ്ഞ വർഷം ഏറ്റവും ലാഭത്തിന് മേടിക്കാൻ പറ്റിയത് നമ്മുടെ ആമസോണിലായിരുന്നു. 45,999 128 വേരിയന്റിന്. എന്നാൽ ഫൈനൽ പ്രൈസ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ആൻഡ് അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫറോട് കൂടിയിട്ട് 39,999 40,000 രൂപയ്ക്ക് നമുക്ക് ഒരു ഐഫോൺ 13 കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്പിലാണെങ്കിലും ആമസോണിലാണെങ്കിലും 49,990 ആണ് നമ്മുടെ 128-ന്, 59,990 ആണ് 256-ന്. 128 ആണെങ്കിൽ ഒരു 39,000 മുതൽ 49,000 വരെ ആ ഒരു ഡീൽ പ്രൈസിൽ കിട്ടും. എന്നാൽ ഇൻക്ലൂഡിംഗ് ആ സംഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 35-36 കിട്ടാൻ ചാൻസ് ഉണ്ട്. 256ലേക്ക് വരുവാണെങ്കിൽ 49,50 ഡീൽ പ്രൈസിന് കിട്ടും. എന്നിട്ട് നമ്മുടെ ബാങ്ക് ഓഫറൊക്കെ നോക്കുകയാണെങ്കിൽ 45-46 ഉറപ്പായിട്ടും ഒരു ഐഫോൺ 13 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഐഫോൺ 12 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ബെറ്റർ ക്യാമറ, ബെറ്റർ പെർഫോമൻസ്, സോ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡീലാണ് ഐഫോൺ 13. ഇനി ഐഫോൺ 14ലേക്ക് വരുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഐഫോൺ 13-ഉം 14-ഉം തമ്മിൽ വളരെ ഒരു ഡിഫറൻസും ഇല്ല. ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. എനിക്കൊന്ന് 10-20 mAh ബാറ്ററി മാത്രമാണ് ആകെ നമുക്ക് പറയാൻ പറ്റുക. പ്രോസസ്സർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. സോ നിങ്ങൾ ഐഫോൺ 14 മേടിക്കുന്നതിനേക്കാളും ഉറപ്പായിട്ടും നല്ലത് കുറച്ചുകൂടെ ആ ഒരു പൈസ കുറച്ചിട്ട് നമ്മുടെ ഐഫോൺ 13 മേടിക്കുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ഇടാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐഫോൺ 15 മേടിക്കുന്നത്
മേടിക്കുന്നതായിരിക്കും നല്ലൊരു ഡീൽ കേട്ടോ. എന്തായാലും ഐഫോൺ 14ലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ 49,999 കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഓഫർ ആയിരുന്നു. അല്ലാതെ നോർമൽ ഡീൽ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 54,999 ആണ്. അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, ഈ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് മിനിറ്റുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങോട്ട് കൂട്ടി 56,999 ഡീൽ പ്രൈസിലേക്ക് വന്നു. ഫൈനൽ പ്രൈസ് നമുക്ക് 51,999. എൻ്റെ ഒരു കൂട്ടുകാരനും എന്തായാലും മാഹിനും ഈ ഒരു 51,999 ഐഫോൺ 14 കഴിഞ്ഞ വർഷം കരസ്ഥമാക്കിയത്. ഇത്തവണ എന്തായാലും കറണ്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ 57,999 എത്തിയിട്ടുണ്ട് 128 വേരിയന്റ്. എന്നാൽ 256 വേരിയന്റിന് 67,999 വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ 128 വേരിയന്റ് BBD 2024 ഒരു 45 മുതൽ 46 രൂപയ്ക്കകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് ഓഫർ നമുക്ക് 40,000 രൂപയ്ക്ക് കിട്ടും. അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് കിട്ടിയിട്ട് വാങ്ങിച്ചാലേ ഉപയോഗമുള്ളൂ കേട്ടോ. ഇതാണ് സംഭവം. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 256 വേരിയന്റ് 55നും 56 രൂപയ്ക്കും അകത്തായിരിക്കാൻ നിൽക്കുക. എന്നാൽ ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ടോടുകൂടി കിട്ടും. 50,000 രൂപ കിട്ടുന്നെങ്കിൽ മാത്രം ഈ ഒരു ഐഫോൺ 14 നല്ലൊരു ഡീലായിട്ട് പറയാൻ പറ്റും. ഇനി ഐഫോൺ 14 പ്ലസിലേക്ക് വരുവാണെങ്കിൽ അതാണ് വീണ്ടും എടുത്ത് പറയേണ്ടത്. നമ്മുടെ ഐഫോൺ 13 ആണെങ്കിലും 14 ആണെങ്കിലും അതിനേക്കാളൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒക്കെ വലുത് നമ്മുടെ ഈ ഒരു ഐഫോൺ 14 പ്ലസ് ആണ്. സോ ഐഫോൺ 13 വേണ്ട, എനിക്ക് ഐഫോൺ 14 തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഐഫോൺ 14 പ്ലസ് മേടിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. BBD 2024 നമുക്ക് ഡീൽ പ്രൈസ് 64,999 ആയിരുന്നു 128 വേരിയന്റിന്. എന്നാൽ ഫൈനൽ പ്രൈസ് 59,999 എത്തിയിട്ടുണ്ടായിരുന്നു. കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 128 വേരിയന്റിന് 58,999 ആണ്. 256 വേരിയന്റിന് 69,999 ആണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡീൽ പ്രൈസിനേക്കാളും വീണ്ടും അങ്ങോട്ട് കാശ് കുറഞ്ഞിട്ടുണ്ട്. ഇനി BBD 2024 എത്ര രൂപയ്ക്ക് കിട്ടാന്ന് വെച്ചാൽ 128ന് 47,000 to 48,000 അകത്ത് കിട്ടും. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ, കാർഡ് ഓഫർ ഒക്കെ നമുക്കൊരു 43,000 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 43,000 കിട്ടിയാൽ നല്ലൊരു ഡീലാണ്. കൂടാതെ 256ലേക്ക് വരുവാണെങ്കിൽ 57നും 58നും ഇടയ്ക്ക് എന്തായാലും കിട്ടും. എന്നാൽ ഒരു 53,000 രൂപയ്ക്ക് നമുക്ക് അഡീഷണൽ കാർഡ്, ബാങ്ക് ഓഫർ നമുക്ക് കിട്ടുന്നതാണ്. 53,000 രൂപ കിട്ടുന്നെങ്കിലും ഐഫോൺ 14 പ്ലസ് നല്ലൊരു ഡീല് തന്നെയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാന്നുള്ളൂ കേട്ടോ. ഇനി അതെല്ലാം ഒരു 1,000-2,000 രൂപ കൂട്ടി കിട്ടിയാലും കുഴപ്പമില്ലെന്നെങ്കിൽ ഉറപ്പായിട്ടും ഗോ ഹെഡ്, ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് നമ്മുടെ ഐഫോൺ 15ലേക്ക് വരുവാണെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാർ. അതായത് ഈ വർഷത്തെ ആ ഒരു 49,999 ഓൾറെഡി ഇവർ ഫ്ലിപ്കാർട്ടിൽ പരസ്യം വന്ന് തുടങ്ങി. ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭവം റിവീൽ ചെയ്യാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാർ ഏറ്റവും അവസാനം ഒരു 9 ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഐഫോൺ 14ലേക്ക് വരുവാണെങ്കിലോ, അതല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമോ ഐഫോൺ 13ലേക്ക് വരുവാണെങ്കിൽ ഈ നമ്മുടെ ഓഫർ ഡീല് വരുന്നതിന് മുന്നേ അതൊരു 61,999 എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടേക്ക് വരുമ്പോൾ 128 വേരിയന്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക 63,999 അതുകൊണ്ട് തന്നെ 49,999 എന്നുള്ള ഡീൽ അവർ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല. അതായത് ഒരു 50,999 അല്ലെങ്കിൽ 51,999 തന്നെ ആ ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളൊരു ഡീൽ ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു 128 വേരിയന്റിന് 63,999 ആണ്. എന്നാൽ 256ന് 73,999 കാണാൻ പറ്റും. 128ന് എന്തായാലും BBD 2024 52,000 മുതൽ 54,000 രൂപയ്ക്ക് അകത്തായിരിക്കും നമുക്ക് ആ ഡീൽ പ്രൈസ് കിട്ടുക. ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ, കാർഡ് ഓഫർ ഒക്കെ വെച്ച്, ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ, എക്സ്ചേഞ്ച് ഒക്കെ വെച്ച് നമുക്ക് ചിലപ്പോൾ 49,50 കാണാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് 256ലേക്ക് വരുവാണെങ്കിൽ 62,000 മുതൽ 64,000 നമുക്ക് ഡീൽ പ്രൈസ്. എന്നാൽ ഇൻക്ലൂഡിംഗ് ബാങ്ക്, എക്സ്ചേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 59,60 രൂപയ്ക്ക് ഉറപ്പായിട്ടും ഒരു ഐഫോൺ 15 ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഐഫോൺ 15 പ്ലസിലേക്ക് വരുവാണെങ്കിൽ 128 വേരിയന്റിന് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റിയ 73,999 ആണ്. 256 വേരിയന്റിന് 83,999 രൂപയാണ്. എന്തായാലും ഈ ഒരു 128 വേരിയന്റിന് ഏറ്റവും ലോവസ്റ്റ്, അതായത് ബിഗ് ബില്യൺ ഡേയ്സിന് ശേഷം നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഈ ഒരു വർഷത്തിൽ കണ്ടിട്ടുള്ളത് 74,999. അപ്പോൾ അതിനേക്കാളും വില കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആദ്യം തന്നെ എടുത്ത് പറയാം. അപ്പോൾ ഈ വർഷം 2024 ഉറപ്പായിട്ടും 128ൻ്റെ 63,65 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആൻഡ് എക്സ്ചേഞ്ച് ഓഫർ ഒരു 58,60 256ന് 73,000 മുതൽ 75,000 രൂപയ്ക്കകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻക്ലൂഡിംഗ് ബാങ്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് ഒരു 68,000 മുതൽ 70,000 രൂപയ്ക്കകത്ത് വരെ ഒരു ഐഫോൺ 15 പ്ലസും മേടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയണത്, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ റേറ്റുകളുണ്ടല്ലോ 2024 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞത്, ആ റേറ്റുകളിലൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും. അതർവൈസ് ഇനിയിപ്പോൾ കാശ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഇനി അതെല്ലാം ഞാൻ പറഞ്ഞതിനേക്കാളും കാശ് കുറഞ്ഞെങ്കിൽ കണ്ണും പൂട്ടി വെച്ചോളൂ. കാശ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ ആയിരിക്കണം ഫൈനൽ ഡിസിഷൻ, വേണമോ വേണ്ടെന്നുള്ളത്, കാശ് കൂട്ടി മേടിക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഓഫ്ലൈൻ സ്റ്റോഴ്സിലൊക്കെ വെറുതെ ഒന്ന് പോയി ചോദിക്കണേ, ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ ഇത്ര രൂപയ്ക്ക് കിട്ടും, നിങ്ങൾക്ക് തരാൻ പറ്റുമോ, ഇനി അല്ല ഒരു 500 രൂപയിലും കുറച്ച് തരാൻ പറ്റും എന്നുള്ളത് ചിലപ്പോൾ
അപ്പോൾ കിട്ടി എന്ന് പറയാം. അതായത് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്നുള്ള സംഭവത്തിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബിഗ് ബില്യൺ ഡേയ്സ് 2024 ഐഫോൺ സീരീസിനൊക്കെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന റേറ്റുകൾ നിങ്ങൾക്ക് ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ സപ്പോർട്ടിന് ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരേക്കും ബൈ.